ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പാസ്ത റെസിപ്പിയാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മളൊരു പാനിലേക്ക് പാസ്ത വേവിക്കാനുള്ള വെള്ളം വെച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഏത് പാസ്തയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പാസ്ത വേവിക്കാൻ വെച്ചു. ഈ സമയത്ത് വേറൊരു പാത്രത്തിൽ 2 തക്കാളി, 4 പച്ചമുളക്, ഒരു 3 വെളുത്തുള്ളി, 3 വലിയ വെളുത്തുള്ളിയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ചെറുതാണെങ്കിൽ 4-5 എടുക്കാവുന്നതാണ്. ഇത് നല്ലതായിട്ട് തിളയ്ക്കണം. ഇതിൻ്റെ നല്ല വെന്ത് തൊലിയൊക്കെ ഒന്ന് വിട്ട് വരുന്ന സ്റ്റേജ് വരെ ആകണം. ഈ സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അത് തണുത്തിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് ഞാൻ കുറച്ച് ചിക്കൻ, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് വറുത്തെടുത്താണ് ചിക്കൻ ബ്രസ്റ്റ് പീസ്. ഇനി ഒരു പാനിലേക്ക് നമ്മൾ ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചത്. സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഉപയോഗിക്കാം. അതിനുശേഷം കുറച്ച് ഗാർലിക്കാണ് അരിഞ്ഞതിടുക. അതിനുശേഷം സവാള ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്താണ് ഇടുന്നത്. സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ ക്യാപ്സിക്കമാണ് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടത്. നിങ്ങൾക്ക് പച്ചക്കറികൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന പച്ചക്കറി എന്നൊന്നുമില്ല, നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഏതാണെങ്കിലും ഉപയോഗിക്കാം. നല്ല വലിയ പീസായിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഇത് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് എനിക്ക് എരിയില്ലാത്ത പച്ചമുളകായിരുന്നു. അപ്പോൾ എരിയുള്ള പച്ചമുളകാണെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും. അപ്പോൾ നിങ്ങളുടെ എരി അനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇത് കുറച്ച് വെള്ളം പോലെയാണല്ലോ, ഇത് നല്ലതായിട്ട് വഴന്ന് വരണം. അതുവരെ നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ കളറിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി ചേർക്കുന്നത്, എരിക്ക് വേണ്ടിയല്ല. അപ്പോൾ ഞാനിവിടെ എരിയില്ലാത്ത മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം 2 ടീസ്പൂൺ മാത്രം ഇട്ടാൽ മതിയാവും. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പാസ്തയാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് കുറച്ച് ഇറ്റാലിയൻ സീസണിങ് വേണം. ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒർഗാനോ, തൈം എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അങ്ങനത്തെ കുറച്ച് ഇറ്റാലിയൻ സീസണിങ്ങിൻ്റെ മിക്സായിട്ട് വരുന്നതാണ് ഇട്ട് കൊടുത്തത്. ഇതിടുമ്പോൾ നമുക്ക് ആ പാസ്തയ്ക്ക് നല്ലൊരു ഒരു ഇറ്റാലിയൻ ഫ്ലേവർ വരാൻ വേണ്ടിയാണ് നമ്മൾ ഇടുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണം. ഇതിനി നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പാസ്തയ്ക്ക് എപ്പോഴും കുരുമുളക് ഇടുമ്പം എരിക്കിടുമ്പോഴാണ് അതിന് നല്ല ഫ്ലേവർ വരുന്നത്. ഞാൻ ഏകദേശം 1/2 ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കേണ്ടത് കുറച്ച് കെച്ചപ്പാണ്. ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരുപാടൊന്നും ആവശ്യമില്ല, ഒരു 3/4 ടേബിൾ സ്പൂൺ മതിയായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരുപാട് ഇട്ടിട്ടില്ല, 3/4 ടേബിൾ സ്പൂൺ മാത്രമേ ഇട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓരോ പാസ്തയ്ക്ക് ഓരോ വേവായിരിക്കും. അപ്പോൾ നമ്മളത് മേടിക്കുന്നതിൻ്റെ പാക്കേജിൽ തന്നെ അതിൻ്റെ എത്ര സമയം ബോയിൽ ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് തന്നെ അത് ബോയിൽ ചെയ്യണം. ഇതൊരു 10 മിനിറ്റ് ബോയിൽ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ 10 മിനിറ്റ് ഞാൻ ബോയിൽ ചെയ്തതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചാണ്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടം. അപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ നമുക്കിത് കൊടുത്തുവിടാവുന്നതാണ്. അവർ ഉറപ്പായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.